ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇനി ഹജ്ജിന്റെ റുക്നുകൾ, ഹജ്ജിന്റെ ഫർളുകൾ, ഹജ്ജ് ചെയ്യൽ ആരുടെ മേൽ കടമയാണ്, ഹജ്ജിന്റെ പുണ്യങ്ങൾ എന്തൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ഇനി ഹജ്ജിന്റെ ചില നിബന്ധനകളും റുക്നുകളും ഫർളുകളും ചിലത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഹജ്ജിന് 6 റുക്നുകളാണുള്ളത്. ഹജ്ജ് എന്ന് പറഞ്ഞപ്പോ എന്താ അല്ലെ? ഹജ്ജിന് 6 റുക്നാണുള്ളത്. ഒന്ന്, ഇഹ്റാം ചെയ്യാം. ഞാൻ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. അത് നമ്മള് കരിപ്പൂരിലാണെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യും. ഏതായാലും മക്കയിൽ എത്തണ മുമ്പ് ഇവിടുന്ന് തന്നെ ചെയ്യണം. ഇവിടുന്ന് പറഞ്ഞാല് അതിനൊരു പരിധിയുണ്ട്, ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് എത്തണ മുമ്പ് പ്ലെയിനിലൊക്കെ പോകുന്നുണ്ട്, നമ്മള് എയർപോർട്ടിൽ തന്നെ ചെയ്യും. ഇഹ്റാം ചെയ്യണം, ഹജ്ജിലേക്ക് കടക്കുന്നു. പുരുഷന്മാരാണെങ്കിൽ വസ്ത്രങ്ങളൊക്കെ തുന്നിത്തുന്നുന്ന കുപ്പായം പോലെയുള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു തുണിയും ഒരു മുണ്ടും ഒരു ഷാളും പുതച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പൊതുവെ ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങൾ ഇഹ്റാം ചെയ്താൽ പിന്നെ ധരിക്കാൻ പാടില്ല പുരുഷന്മാര്. സ്ത്രീകളെ മുഖം മറക്കാൻ പാടില്ല, തലക്ക് മറക്കണം. ഇഹ്റാം ചെയ്യുക, അതാണ്. മറ്റൊരു റുക്കന് അറഫയിൽ നിൽക്കുക, അത് നിർബന്ധ. അത് ഒഴിവാക്കിയ ഹജ്ജില്ല. പിന്നെ ഹജ്ജിന്റെ നിർബന്ധമായ തവാഫ് ചെയ്യുക, 7 വട്ടം കഅബ ഷരീഫിനെ ചുറ്റുക. 3ആയി. സഫ മർവാന്റെ ഇടയിൽ സഅയ് ചെയ്യുക, 4ആയി. ഇഹ്റാം, അറഫയിൽ നിൽക്കുക, തവാഫ്, സഅയ്. 5, മുടി നീക്കുക, മുടിയിൽ നിന്ന് അല്പം വിട്ട് കളയൊക്കെ ചെയ്യുക. 6 പിന്നെ ക്രമപ്രകാരം ചെയ്യുക എന്നുള്ളതാണ്. ഇത് ക്രമമായിട്ടായിരിക്കണം. അതിന് ക്രമമായിട്ട് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ചില നിബന്ധനകളുണ്ട്. ആ ക്രമത്തിനും ഏതായിരിക്കട്ടെ പൊതുവെ ഒരു ക്രമമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇഹ്റാം ആദ്യം ചെയ്യണം, അങ്ങനെയുള്ള മുടി നീക്കൽ അവസാനമായിരിക്കും. ഏതായിരിക്കട്ടെ, ഇതാണ് ഹജ്ജിന്റെ റുക്കൻ. ഇനി ഹജ്ജിന് വാജിബാത്ത് എന്ന് പറഞ്ഞിട്ട് റുക്കനല്ല, ഘടകല്ല, വാജിബുകൾ, എന്നാലും നിർബന്ധ. ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പ്രാശ്ചിത്തം നൽകേണ്ടി വരും. ചെയ്യൽ നിർബന്ധം തന്നെയാണ്, സുന്നത്തൊന്നല്ല, റുക്കനല്ല. റുക്കനും വാജിബാത്ത് 2 ഇനമാണ് ഹജ്ജിനുള്ളത്. ഇനി വാജിബാത്ത് പറയല്ലേ. അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ പറഞ്ഞപ്പോ എന്താ? ഇഹ്റാം ചെയ്യുക, പിന്നെന്താ പറഞ്ഞി? മറന്നുപോയി. അറഫയിൽ നിൽക്കുക, പിന്നെന്താ പറഞ്ഞി? തവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക, മുടി നീക്കുക. ഇതിപ്പോ എന്താ പഠിച്ചേക്കാൻ? 6 കാര്യം ക്രമപ്രകാരം. ഭൂരിപക്ഷവും പല കാര്യങ്ങൾ അവിടെ ക്രമപ്രകാരം ചെയ്യണം. ഇനി വാജിബാത്ത് എത്രണ്ണാൽ? ഇതിപ്പോ 6 എണ്ണം. വാജിബാത്ത് ഒരു 5 എണ്ണം കൂട്ടിക്കോളി, നമുക്ക് ഉറക്കാം. അതെന്താ ഇപ്പൊ? അത് ഇഹ്റാം ചെയ്യുന്നത് നിശ്ചിത സ്ഥലത്ത് വെച്ചാവുക. നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് നിശ്ചിത സ്ഥലമുണ്ട്. നമ്മൾ സാധാരണ എയർപോർട്ടിനാണ് ചെയ്യല്. അപ്പൊ നിശ്ചിത സ്ഥലത്തുനിന്നാകുക. മക്കയിലേക്ക് എത്തിയതിന് ശേഷം ഇഹ്റാം ചെയ്യല്. അതിന് മുമ്പേ ഇഹ്റാം ചെയ്ത് മക്കയിലേക്ക് കടക്കണം. അപ്പൊ നിശ്ചിത സ്ഥലത്തുനിന്നാകുക, ആയിക്കോട്ടെ. പിന്നെന്താ ഹജ്ജിന്റെ വാജിബാത്ത്? മുസ്ദലിഫയിൽ രാപ്പാർക്കുക. മുസ്ദലിഫ അത് അറഫയിൽ നിന്നിട്ട് ഇങ്ങോട്ട് പോരുന്ന വെയില്, അറഫയിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോ മുസ്ദലിഫ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രദേശമുണ്ട്, അവിടെ രാത്രി പാർക്കണം. രാത്രി തന്നെ പാർക്കണം. അത് പെരുന്നാരാവിനാണ് അധികം നിൽക്കൽ. അവിടെ പെരുന്നാരാവിനെ മുസ്ദലിഫയിൽ രാത്രി പാർക്കും, പെരുന്നാളിന്റെ തലേദിവസം. അറഫയിൽ നിൽക്കല് ദുൽഹിജ്ജ 9, അതായത് അറഫാ ദിനം 9 അന്ന് വൈകുന്നേരം അറഫയിൽ നിൽക്കും. ഇങ്ങോട്ട് പിന്നെ മഗ്‌രിബിന്റെ ശേഷം രാത്രി പെരുന്നാരാവിന് മുസ്ദലിഫയിൽ പാർക്കും. പിന്നെ മിനയിൽ താമസിക്കാം. അത് പെരുന്നാൾ കഴിഞ്ഞ പിറ്റേന്നും ഒക്കെ ആയിട്ട് മിനയിൽ താമസിക്കും. ആ മിനയിലാണ് ജംറകൾ ഉള്ളത്. ജംറയെ എറിയ. പെരുന്നാൾക്കൊരു ഏറുണ്ട്, പിന്നെ പെരുന്നാളിന്റെ പിറ്റേന്ന് ഏറുണ്ട്. അങ്ങനെ 4 ദിവസം ഏറുണ്ട്. പെരുന്നാക്കും പിന്നെ അയ്യാമു തശ്രീഖിന്റെ 3 ദിവസവും 4 ദിവസത്തെ ഏറുണ്ട്. പെരുന്നാക്ക് 3 ജംറകളുണ്ട്. പെരുന്നാക്ക് വലിയ ജംറനെറിയും, ജംറത്തുൽ വുസ്തനെറിയും. പിന്നെ ബാക്കിയുള്ള അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ 3 ജംറകൾ എറിയും. അങ്ങനെ ജംറനെ എറിയാം.
പിന്നെ വാജിബാത്തിൽ പെട്ടതാണ് പോരുമ്പോ തവാഫ് ചെയ്യും, വിടവാങ്ങൽ തവാഫ്, തവാഫുൽ വദാ. അപ്പൊ നേരത്തെ ഒരു തവാഫ് പറഞ്ഞ പെരുന്നാക്കാണ് ചെയ്യല്. നേരത്തെ അറഫയിൽ നിന്നിട്ട് മുസ്ദലിഫയിൽ രാപ്പാർത്തിട്ട് അങ്ങനെ പെരുന്നാക്ക് മിനയിലെത്തും. മിനയിലെ ജംറത്തുൽ വുസ്ത എറിയും. ആ ജംറ എറിയും. ഇങ്ങോട്ട് പെരുന്നാക്ക് തവാഫിന് പോകും. എവിടേക്ക്? മക്കയിലേക്ക്. ഇങ്ങോട്ട് പിന്നെ മിനയിലേക്ക് തന്നെ വന്നിട്ട് മിനയിലും രാപ്പാർക്കും. അവിടെ ഈ ജംറകൾ 4 ദിവസത്തൊക്കെ ഏറുകൾ ഉണ്ടാകും. അപ്പൊ വാജിബാത്തുകൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇഹ്റാമ് മീഖാത്ത് നിന്നാകുക, മുസ്ദലിഫയിൽ രാപ്പാർക്കുക, മിനയിൽ താമസിക്കുക, ജംറകളെ എറിയ, വിടവാങ്ങൽ തവാഫ്. ഇവിടെ അർക്കാനുകൾ നമ്മൾ 6 വാജിബാത്തുകൾ 5 എണ്ണി. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അർക്കാനുകൾ ഒഴിവാക്കിയാൽ ഹജ്ജ് ഇല്ല. വാജിബാത്തുകൾ ഒഴിവാക്കിയാൽ, വാജിബാത്തുകളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ, ഇഹ്റാമെന്ന് മീഖാത്തുനിന്ന് ഇഹ്റാം കെട്ടിയില്ല, നിശ്ചിത സ്ഥലത്തുനിന്നല്ല, അതിന്റെ ശേഷം ഇഹ്റാം ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ജംറനെ എറിഞ്ഞില്ല, മിനെ രാപ്പാർത്തിയില്ല, അവിടെയൊക്കെ അറവ് കൊടുത്ത് പ്രാശ്ചിത്തം കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ വാജിബാത്ത് ഒഴിവാക്കിയാൽ പ്രാശ്ചിത്തം കൊടുത്താൽ രക്ഷപ്പെടാം, നിർബന്ധമാണ്. റുക്കനെ ഒഴിവാക്കിയ ഹജ്ജെന്നില്ല. ഇതാണ് റുക്കനും വാജിബാത്തും തമ്മിലുള്ള വ്യത്യാസം. ഹജ്ജിന്റെ പൂർണ്ണ രൂപം ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ഇഹ്റാം ചെയ്തിട്ട് നേരെ കഅബ ഷരീഫ് പോയി തവാഫ് ചെയ്യും 7 തവണ. അതിനുശേഷം സഅയ് ചെയ്യും. സഫ മർവാന്റെ അടിയിൽ സഅയ് ചെയ്തിട്ട് പിന്നെ അറഫ ദിവസം അറഫയിൽ പോകും. അത് ദുൽഹിജ്ജ 9 അവിടെ വെച്ച് ദുആ ചെയ്യും. അറഫയിൽ നിന്നും ഇങ്ങോട്ട് പോരും. മഗ്രിബിന് ശേഷം അറഫ ദിവസം, പെരുന്നാളിന്റെ തലേ ദിവസം മഗ്രിബിന് പെരുന്നാരാവിന് നമ്മളിങ്ങോട്ട് പോന്നിട്ട് മുസ്ദലിഫയിൽ രാപ്പാർക്കും. മുസ്ദലിഫയിൽ നിന്ന് രാവിലെ മിനയിലേക്ക് വരും. മിനയിലെ ജംറ ഒന്നിനെ എറിയും. പിന്നീട് കഅബ ഷരീഫിൽ ഒന്നും കൂടി തവാഫ് ചെയ്യും, ഹജ്ജിന്റെ തവാഫ്. അതിനുശേഷം വീണ്ടും മിനയിൽ വരും. മിനയിലെ ജംറകൾ 3 ദിവസം എറിഞ്ഞ് അവിടെ താമസിക്കും. ഇങ്ങനെയാണ് ഹജ്ജിന്റെ ചുരുങ്ങിയ ഒരു രൂപം. പിന്നെ പോരുമ്പോ മക്കയിൽ ഒന്നും കൂടി വിദാഇന്റെ തവാഫും ചെയ്യും. ഇതാണ് ഇപ്പൊ ഹജ്ജിന്റെ ചുരുങ്ങിയ രൂപം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.